എല്ലാവർക്കും ഡ്രീംസ്ലാൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ പ്രേക്ഷകരുടെ ഒരു സ്ഥിരം പരാതിയാണ് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോകൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പ്രോപ്പർട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളുടെ തിരക്കുകൾ കാരണം നമ്മൾ പരമാവധി സമയം വീഡിയോയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തിരക്കുകൾ കാരണം നമുക്ക് വീഡിയോകൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഇനി നിങ്ങളെ പ്രോപ്പർട്ടികൾ പരിചയപ്പെടുത്താനായിട്ട് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ ഒരാളെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചിഞ്ചു. അപ്പോൾ ചിഞ്ചു ആയിരിക്കും വെൽക്കം. ചിഞ്ചു ആയിരിക്കും ഇനി തൊട്ട് നിങ്ങളെ പ്രോപ്പർട്ടികളെല്ലാം നമ്മുടെ പരിചയപ്പെടുത്തുക. ചിഞ്ചു സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ, അതിന്റെ അളവുകൾ, മെഷർമെന്റുകളാണെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ്. അപ്പോൾ എൻ്റെ മെഷർമെന്റ് ടേപ്പ് ഇനി തൊട്ട് ചിഞ്ചു ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാ പ്രോപ്പർട്ടികളും അവതരിപ്പിക്കുക. ബാക്ക് എൻഡിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവും. പ്രോപ്പർട്ടികളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ പേഴ്സണൽ ആയിട്ട് അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ സ്ഥിരം നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. എന്നെയോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് അസോസിയേറ്റ്സിനെ ഒക്കെ തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും അവതരിപ്പിക്കാനായിട്ട് ചിഞ്ചു നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നിൽക്കുന്നത് അങ്കമാലി തുറവൂരിലാണ്. 6 സെന്റ് 2400 സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി സ്ട്രക്ചറിൽ 12 അടി പ്രൈവറ്റ് ടാർ റോഡ് ഫ്രണ്ടേജായി കിഴക്കോട്ട ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പ്രോപ്പർട്ടിയുടെ മുറ്റം ബാംഗ്ലൂർ സ്റ്റോണുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. 1-2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മുറ്റവും അതിനോടൊപ്പം വലിയ SUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിധം വലിയൊരു കാർ പോർച്ചും ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു. വീടിന്റെ ജലലഭ്യതയ്ക്കായി വീടിന്റെ പിൻഭാഗത്ത് ഒരു കിണറും നിർമ്മിച്ചിട്ടുണ്ട്. ഇനി വീടിന്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ എത്തുന്നത് വീടിന്റെ ലിവിംഗ് ഏരിയയിലാണ്. നല്ലൊരു പ്രീമിയം ലുക്കിൽ ഇന്റീരിയർ ജിപ്സം സീലിംഗും LED ലൈറ്റ് പാനലുകളും നൽകിയിട്ടുള്ള ലിവിംഗ് ഏരിയയുടെ നീളം 11.47 അടിയും വീതി 11.19 അടിയുമാണ്. 128.34 സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ലിവിംഗിൽ മൾട്ടിവുഡിൽ നല്ലൊരു TV യൂണിറ്റും നിർമ്മിച്ചിരിക്കുന്നു. ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ്ങിലാണ്. കിച്ചണിലേക്കുള്ള എൻട്രൻസും 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും 1ാം നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയറിനും എല്ലാം വരുന്നത് ഈ ഡൈനിങ്ങിൽ നിന്നുമാണ്. 18.14 അടി നീളവും 15.07 അടി വീതിയും 273.36 സ്ക്വയർ ഫീറ്റുമാണ് ഡൈനിങ്ങിന് നൽകിയിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ്. മൾട്ടിവുഡിൽ കബോർഡ് വർക്കുകൾ പൂർത്തീകരിച്ച കിച്ചണ് പ്രീമിയം ലുക്ക് പ്രദാനം ചെയ്യുന്നു. 13.92 അടി നീളവും 10.28 അടി വീതിയുമുണ്ട്. 143.09 സ്ക്വയർ ഫീറ്റ് വരുന്ന മെയിൻ കിച്ചൺ കൂടാതെ ഇതിനോട് ചേർന്ന ഒരു സെക്കൻഡ് കിച്ചൺ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമുകൾ പരിശോധിക്കാം. ഒരു ബെഡ്റൂമിന് 13.42 അടി നീളവും 10.91 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 146.42 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം വരുന്നത്. ഈ വീടിന്റെ താഴത്തെ 2 ബെഡ്റൂമുകൾക്കും മൾട്ടിവുഡിൽ തീർത്ത കബോർഡും നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമുകളും നൽകിയിരിക്കുന്നു. ബാത്റൂമുകളുടെ ഒക്കെ വാൾ ടൈൽ ടോപ്പ് ടു എൻഡ് വരെ ഒട്ടിച്ച് പ്രീമിയം ലുക്കിൽ ബാത്റൂമുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 13.61 അടി നീളവും 10.42 വീതിയും വരുന്ന 141.81 സ്ക്വയർ ഫീറ്റുമാണ് ഈ റൂമിന് നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും മൾട്ടിവുഡ് തീർത്ത കബോർഡ് വർക്കുകളും ഈ റൂമിന് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറുകൾ കയറി 1ാം നിലയിലേക്ക് പോകാം. സ്റ്റെയറുകൾ കയറി നമ്മൾ ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലാണ്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും ബാൽക്കണിയിലേക്കും ഓപ്പൺ ടെറസിലേക്കുമുള്ള എൻട്രൻസും ഇവിടെ നിന്നും വരുന്നു. മുകളിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോയാൽ 13.14 അടി നീളവും 11.40 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 149.79 സ്ക്വയർ ഫീറ്റ് ആണ് മാറ്റിവെച്ചിട്ടുള്ളത്. അവസാനത്തെ ഈ ഒരു ബെഡ്റൂമിലേക്ക് പോയാൽ 13.44 അടി നീളവും 10.95 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 147.16 സ്ക്വയർ ഫീറ്റുമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ മുകളിലെ 2 ബെഡ്റൂംസിനും അത്യാവശ്യം വലുപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൊടുത്തിരിക്കുന്നു. റൂമുകളിൽ മൾട്ടിവുഡിൽ തീർത്ത കബോർഡ് വർക്കുകളും ഡ്രസ്സിംഗ് ഏരിയയായി വുഡിലും മിററും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും ബാൽക്കണിയിലേക്ക്
പോയാൽ 11.05 അടി നീളവും 5.50 അടി വീതിയുമാണ് വരുന്നത്. ഇനി വീടിന് മുകളിൽ പുറകുവശത്ത് വന്നിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ആയി ഉപയോഗിക്കാം. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും നൽകിയിരിക്കുന്നു. ഇനി ഈ വീടിന്റെ ഇലക്ട്രിക് സെക്ഷനിൽ പോയാൽ MCB, ELCB, കേബിൾ, സ്വിച്ചസ് തുടങ്ങിയവയെല്ലാം V-Guard ബ്രാൻഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാവരും കണ്ടു കാണും. ഇനി അടുത്ത വെയിറ്റ് ചെയ്യുന്ന റേറ്റും കാര്യങ്ങളും അറിയാനായിരിക്കും. അപ്പോൾ ഓണർ പറയുന്ന റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 95 ലക്ഷമാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.